പോയി മേടിച്ചോണ്ടോ? ഭയങ്കര ചൂട് ആൻറ്റിയുടെ കൈ ഇരുന്നിട്ട്. എന്താ ചൂടോടെ കൊണ്ടുവന്നേണ്. ആണ് ചൂട്. ശരിയല്ല കിഴങ്ങ്. റോഡിൽ പോയിട്ടൊക്കെ വന്നിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. അടുക്കളയിൽ തറയിൽ തന്നെ ഇരിക്കുവാണ്. അങ്ങ് പിന്നെ അടുക്കളയിലോട്ടും പോയിട്ടില്ല, റൂമിലോട്ട് പോയിട്ടില്ല, ഒന്നും പോയില്ല. വന്ന ഡ്രസ്സോട് കൂടി ഇവിടെ തന്നെ ഇരിക്കുവാണ്. ഇവിടെ ഇരിക്കണേന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം വെയിലും ചൂടും ഭയങ്കര ചൂട്. പോയിട്ട് വന്നപ്പോഴത്തേക്ക് വെള്ളവും ദാഹിച്ച് വയ്യ. പിന്നെ വന്ന ഉടനെ തന്നെ ഈ തറയിൽ ഇവിടെ അങ്ങ് ഇരുന്നിട്ട് എയിലാകുമ്പോഴത്തേക്കും നല്ല തണുപ്പൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവിടെ തന്നെ ഇരുന്ന് പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന എല്ലായിടത്തും യൂട്യൂബ് ഫാമിലിയിലുള്ള എല്ലായിടത്തും എനിക്ക് പറയാനായിട്ടുള്ള നല്ലൊരു സന്തോഷമുള്ളൊരു കാര്യമുണ്ട് കേട്ടോ. കാരണം രാവിലെ ഉറക്കം എഴുന്നേറ്റപ്പോഴത്തേക്ക് പിന്നെ എന്നും ഞാൻ എൻ്റെ കേശുവിനെയാണ് കണിയാണ് കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറയില്ല. കേശുവിനെ കണ്ടിട്ടാണ് ഞാൻ ഇപ്പോൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം നേരെ ജനൽ തുറന്ന് നേരെ കാണുന്ന ഞാൻ അവനെയാണ് കേട്ടോ. ഉള്ള കാര്യം പറയാമല്ലോ. അപ്പോൾ എന്തായാലും എനിക്ക് എൻ്റെ കേശു വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം നടന്നതെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ തന്നെ പിന്നെ നമ്മളെ ഫേസ്ബുക്കിൻ്റെ ഒരു വരുമാനം വന്നിട്ടുണ്ട്. ആ ഒരു സന്തോഷം എനിക്ക് അറിയിക്കണമെന്നുണ്ട്. കേശു വന്നതിന് ശേഷം ഇച്ചിരി മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മാറ്റമുണ്ട്, നല്ല മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല മാറ്റം എന്ന് വെച്ചാൽ എന്തൊക്കെയോ ഒരു ചെറിയ രീതിയിലുള്ള മാറ്റവും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ നമ്മളെ ജീവിതത്തിൽ എന്തോ അതൊക്കെ ഞാൻ പിന്നീട് പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ പറയാൻ വന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ഫേസ്ബുക്കിൽ നിന്ന് നമുക്ക് നല്ലൊരു വരുമാനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വരുമാനം എനിക്ക് നിങ്ങൾക്ക് പറയണമെന്ന് തോന്നി. കാരണം എനിക്ക് വരുമാനം കിട്ടി, ആ ഒരു സന്തോഷം അറിയിക്കുകയാണ്. യൂട്യൂബിൽ നിന്നൊരു വരുമാനം കിട്ടിയപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. എനിക്ക് സത്യം പറഞ്ഞ ഇതിൻ്റെ ഒരു ABCD എനിക്ക് അറിഞ്ഞൂടായിരുന്നു. യൂട്യൂബിലോട്ട് വന്നപ്പോഴത്തേക്ക് ഇത് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണം എന്നൊന്നും അറിയില്ലായിരുന്നു. മക്കൾ തന്നെയാണ് ചെയ്ത് എല്ലാം റെഡിയാക്കി തന്നു. ആദ്യം എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ കൊച്ചുങ്ങളെ 2-3 ദിവസമൊക്കെ അവരൊക്കെ ചെയ്ത് തന്നു. പിന്നെ മക്കൾ പഠിക്കാൻ വരുമ്പോൾ സ്വന്തമായിട്ട് ചെയ്ത് എങ്ങനെയെന്തോ എല്ലാം ഒറ്റയ്ക്ക് തന്നെ പഠിച്ച് ഇവിടം വരെ എത്തി. എല്ലാ വീഡിയോസൊക്കെ കണ്ട് പഠിച്ച് തന്നിട്ട് അല്ലാതെ ആരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ പറഞ്ഞു തരാനോ അല്ലെങ്കിൽ ഇന്ന ചെയ്തു തരാനോ അല്ലെങ്കിൽ ആരും നമുക്ക് അങ്ങനെ ഒരു സപ്പോർട്ടും കാര്യങ്ങളും കിട്ടിയിട്ടില്ല. ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് എന്തൊക്കെ വന്നാലും ഈ ഒരു വീഡിയോ ഇടും. അല്ലെങ്കിൽ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ എനിക്കറിയുന്ന രീതിയിൽ എൻ്റെ വോയിസ് കൊടുത്തും എനിക്കറിയാവുന്ന രീതിയിൽ ആ ഒരു ആപ്പിലിട്ട്, അത് ക്യാഷ് കൊടുത്തിട്ടുള്ളൊരു ആപ്പല്ല. ഞാൻ നേരത്തെ വീഡിയോയിൽ ഒരുപാട് പേരുടെ പറഞ്ഞിട്ടുണ്ട്. ഫ്രീ ആപ്പാണ്, വീഡിയോ മേക്കറാണ്. ഞാൻ അതിലിട്ടിട്ടാണ് എൻ്റെ ചാനൽ അന്ന് തൊട്ട് ഇന്ന് വരെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ഇട്ടിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ അറിയില്ല. അല്ലാതെ പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീഡിയോ കാണുന്നവരടുത്ത് എനിക്ക് പറയാനായിട്ടുള്ള എൻ്റെ ചാനൽ ഞാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരിക്കലും ഞാൻ ഏൽപ്പിക്കത്തും ഇല്ല കേട്ടോ. എൻ്റെത് കാരണം എൻ്റെ ചാനൽ എൻ്റെയിലാണല്ലോ ഇരിക്കാനുള്ളത്. അപ്പോൾ ഞാനല്ലേ അത് നോക്കിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ളൂ. നമ്മളിപ്പോൾ മറ്റൊരാളെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതൊന്നും ഇല്ല കേട്ടോ. സാധാരണ നമുക്ക് നമ്മളെ മൊബൈലിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് വേറൊരാളെ കൊണ്ടിട്ട് നമ്മൾ മിക്സ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരുടെ നമ്മളെ യൂട്യൂബ് ഫാമിലിയിലുള്ള എല്ലാവരുടെ എനിക്ക് പറയാനായിട്ടുള്ള ഒരു സന്തോഷം എന്ന് വെച്ചാൽ രാവിലെ ഉറക്കം എഴുന്നേറ്റപ്പോൾ കാണുന്നത് നമ്മളെ ഫേസ്ബുക്കിൻ്റെ വരുമാനം വന്ന്. അപ്പോൾ അത് എനിക്ക് എൻ്റെ ഈ ഒരു ഫാമിലി എന്ന് വെച്ചാൽ യൂട്യൂബിലുള്ള എല്ലാവരും കൂടെ ഒരുമിച്ച് ചേരുമ്പോഴാണ് എൻ്റെ ഒരു ഫാമിലി എന്ന് പറയാനായിട്ട്. കാരണം എനിക്ക് സങ്കടം വന്നാലും സന്തോഷം വന്നാലും എന്നെ ഒരുപാട് പേര് ചേർത്ത് വെക്കുന്നുണ്ട്. അതുപോലെ എൻ്റെ അടുത്ത് സംസാരിക്കുന്ന, എൻ്റെ കൂടെ ഇപ്പോഴും നിൽക്കുന്ന, എന്നെ വിളിക്കുന്ന, എനിക്കൊരു ബാക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന കുറേ പേരൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റേതായിട്ടുള്ള ഒറ്റ രീതിയിൽ ഒറ്റയ്ക്ക് ഞാൻ തരണം ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ എന്തായാലും ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഭൂമിയിലോട്ട് പിറന്നു പോയല്ലോ, നമുക്ക് എന്തായാലും ജീവിക്കണം. അപ്പോൾ എന്തായാലും ആരൊക്കെ പിന്നെ പോയാലും വന്നാലും എന്ത് ചെയ്താലും നമുക്ക് എന്തായാലും ജീവിച്ചേ പറ്റുള്ളൂ. നമുക്ക് ആയുസ്സുള്ള കാലം വരെ നമുക്ക് ജീവിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കണം. ഞാൻ റോഡിൽ പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് പലചരക്ക് സാധനങ്ങളെല്ലാം തീർന്നു പോയി. അങ്ങനെ അതൊക്കെ പോയി എടുത്തിട്ട് വന്ന്. അപ്പോൾ എന്തായാലും നമ്മളെ യൂട്യൂബിലുള്ള എല്ലായിടത്തും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഫേസ്ബുക്കിലുള്ള നമ്മളെ FB പേജിലുള്ള എല്ലായിടത്തും ഒത്തിരി സ്നേഹം അറിയിക്കുകയാണ്. ദൈവത്തിൻ്റെ അടുത്ത് ഒരുപാട് നന്ദിയുണ്ട്. അങ്ങനെ എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഒത്തിരിയേറെ സന്തോഷമുണ്ട്. അപ്പം നമ്മൾ ജനുവരി 15-ാം തീയതിയാണ് നമ്മൾ കടയിൽ സാധനം മേടിക്കാൻ പോയത്. ജനുവരി 15-ന് പോയി. ഈ ബില്ല് വേണ്ട കേട്ടോ. കാരണം എന്ന് വെച്ചാൽ 3158 രൂപ കൊടുക്കാനുണ്ടായിരുന്നു. അത് കൊടുത്തു കേട്ടോ. കൊടുത്തിട്ട് ആണ് ഇന്നിപ്പോൾ പോയി സാധനം എടുത്തത്. ഇന്ന് മാർച്ച് 10 കേട്ടോ. ഇനി ഇത് തീരുമ്പോഴത്തേക്ക് പോകുമ്പോൾ എന്തായാലും നമുക്ക്, ഞാൻ നേരത്തെ ഇന്നലെ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഉള്ളു കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇടുന്നതും കൂടുതലെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ. പിന്നെ ഇത് ഇന്ന് പോയി എടുത്തിട്ട് വന്നതിൻ്റെ കേട്ടോ. അപ്പോൾ ഈ ബില്ല് നമുക്ക് എന്തായാലും വേണം. അപ്പോൾ അത് മാറ്റി വെച്ചാൽ അടുത്ത മാസം നമുക്ക് ഈ സാധനങ്ങൾ നിശേഷം തീർന്നിട്ട് ഞാൻ പോകത്തുള്ളൂ കേട്ടോ, സാധനം മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ദൈവം അനുഗ്രഹിച്ച് നമുക്കൊരു സന്തോഷമുള്ളൊരു കാര്യം
ഇന്നുണ്ടായി. രാവിലെ ഉറക്കം എഴുന്നേറ്റപ്പോഴത്തേക്ക് പിന്നെ ഇവിടെ സുറുമി മോളെൻ്റെ അടുത്ത് ചോദിക്കണം അമ്മ ആരെയുമ്പോൾ കണിയുണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ കേശുവിനെയാണ് ഞാൻ കണിയുണ്ടത്. എന്നും രാവിലെ എണീക്കുമ്പോൾ ഞാൻ നേരെ ചെന്ന് കേശുവിനെയാണ് കാണുന്നത്. അപ്പോൾ എൻ്റെ കേശുവിനെയാണ് ഞാൻ കണിയുണ്ടത്. അപ്പോൾ എന്തായാലും കേശു വന്നതിന് ശേഷമുള്ള ആദ്യത്തെ സന്തോഷമാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് നന്ദി എല്ലാവർക്കും, ഒത്തിരിയേറെ സന്തോഷം, ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ചെറിയൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ കമൻറ്റൊക്കെ ഞാൻ കണ്ട്. പിന്നെ എന്തായാലും അതിനുള്ള റിപ്ലൈ ഞാൻ തരാം. എല്ലാവരുടെയും ഒത്തിരി സ്നേഹം അറിയിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് സാധനങ്ങളെല്ലാം ഇട്ട് വയ്ക്കണം. ചോറ് വെച്ചില്ല, ഇച്ചിരി ചോറ് ഇരിക്കുന്ന കേട്ടോ. ഇന്നലെ രാത്രി വൈകിട്ട് എനിക്ക് ഇച്ചിരി ചോറ് തിന്നാനായിട്ട് ഭയങ്കര കൊതി, ഭയങ്കര ആഗ്രഹം തോന്നി. ഇന്നലെ രാത്രിയിൽ ഇച്ചിരി ചോറും വെച്ച് മെഴുക്കുരട്ടിയൊക്കെ വെച്ച് ചമ്മന്തി അരച്ച് കഴിക്കണം. മാങ്ങ ചമ്മന്തി രാത്രി പോയി മാങ്ങ പറിച്ചുകൊണ്ട് വന്ന് ചമ്മന്തിയൊക്കെ അരച്ച് അങ്ങനെ ഇന്നലെ രാത്രി അങ്ങനെ ചോറ് കഴിച്ചു. മോന് ചപ്പാത്തി ഉണ്ടായി കൊടുത്തു, ഞാനും മോനും ചോറും കഴിച്ചു. അപ്പോൾ എന്തായാലും റോഡിൽ പോയി സാധനം മേടിച്ചിട്ട് വന്ന് എന്നും വാങ്ങുന്ന കടയിൽ നിന്ന് നമ്മൾ മേടിക്കുന്ന കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ കടകളിൽ പോയി സാധനം മേടിക്കില്ല. ഞാൻ എന്തെങ്കിലും വാങ്ങുന്നെങ്കിൽ ഒരു കടയിൽ കയറും, ഒരു കടയിൽ ഇഷ്ടപ്പെട്ട് അവിടെ നിന്ന് മേടിക്കില്ല. പരക്കെ പോയി കടയിൽ നിന്ന് വാങ്ങില്ല. തുണി എടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ ഇത് നമ്മളിവിടെ അയ്യപ്പാസ് എന്ന് പറഞ്ഞൊരു തുണിക്കട ഉണ്ട് കേട്ടോ. അവിടെ ഞാനും മോളും കൂടെ പോയിട്ട് മേടിച്ചു. ഈ വർക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടെന്ന് വെച്ചാൽ ഇത് വെൽവെറ്റാണ് കേട്ടോ, വെൽവെറ്റാണ് വന്നിരിക്കുന്നത്. അതിൽ പിന്നെ ഈ കല്ലും ഇതൊക്കെ വെച്ചിട്ടുള്ള നല്ല വർക്കുള്ള ഇതിൻ്റെ ഓർമ്മ കൂടെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ മേടിക്കുന്നത് ഇപ്പം നമ്മൾ രണ്ടുപേരുടെ മാറി തിരിഞ്ഞാണ് ഇടുന്നത്. ഇത് തന്നെ അവളും ഇടും, കാരണം അങ്ങനെ ഇല്ല കേട്ടോ. ഇപ്പം നമുക്കിപ്പോൾ ഓർമ്മ മേടിച്ചത് രണ്ടുപേർക്കും ഇടാൻ മാറിയും തിരിഞ്ഞു അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സ്പെഷ്യലായിട്ട് ഇന്ന ആളിനെ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ വാങ്ങേണ്ട കാര്യമില്ല. അങ്ങനെ എന്തായാലും ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കട്ടെ. മൊബൈൽ വെച്ചിരിക്കുന്നത് ഞാൻ ഒരു അരിപ്പാത്രത്തിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. പാത്രമൊക്കെ എടുത്തതായി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചരി ഇട്ട് വെക്കാനുള്ള ബക്കറ്റും എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്നിട്ട് വെക്കണം. കഴിഞ്ഞ മാസം ഇച്ചിരി ബില്ല് നമുക്ക് ഇച്ചിരി കൂടുതലാണെന്ന് ഞാൻ നമ്മളെ വീഡിയോയിൽ പറഞ്ഞത്. നമുക്ക് മുളക് മല്ലിയൊക്കെ മേടിക്കണമായിരുന്നല്ലോ. പിരിയമുളക് 1.5 കിലോ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് എരിവുള്ള പാണ്ടിമുളക് അത് ഞാൻ മേടിച്ച് ഭയങ്കര ഇത് കുരുട്ടി ചെയ്ത് എന്തിനാണല്ലോ. പിന്നെ അത് പാണ്ടിമുളക് മേടിച്ചത് 1/2 കിലോ മേടിച്ച് ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. 1.5 കിലോ മറ്റേ നമ്മളെ പിരിയമുളക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുളകും മല്ലി മേടിച്ചതിൽ എനിക്ക് ഇച്ചിരി അധികം പൈസ ആയി. ഇന്നിപ്പോൾ അത്ര ആയില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളകും മല്ലി അങ്ങ് ഒഴിവാക്കിയല്ലോ, അത് പൊടിപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതൊന്നും എടുത്ത് വെക്കട്ടെ. ഇല്ലെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് വില 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് മില്ലിൽ നിന്നാണ് ഞാൻ വെളിച്ചെണ്ണ മേടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ പോയി സ്ഥിരം വെളിച്ചെണ്ണ മേടിക്കുന്നതും ഒരു സ്ഥലത്തു നിന്നേ മേടിക്കുള്ളൂ. അങ്ങനെ വെളിച്ചെണ്ണ വേണ്ടേ. പിന്നെ ഇത് 1 ലിറ്ററാണ് കേട്ടോ. 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് 275 രൂപ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 275 രൂപയാണ് കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് മേടിക്കുന്ന ഇവിടുത്തെ മില്ലിൽ എനിക്ക് ഈ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ എനിക്ക് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ 1 കിലോയ്ക്ക് 290 വെളിച്ചെണ്ണ ഞാൻ വില ചോദിച്ച്. 1 കിലോയ്ക്ക് 290, 1 ലിറ്ററിന് ഇത് 1 ലിറ്ററാണ് കേട്ടോ. 1 ലിറ്ററിന് 275. അങ്ങനെ എന്തായാലും 1 ലിറ്റർ വെളിച്ചെണ്ണ മേടിച്ച്. പിന്നെ വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് മേടിക്കണമായിരുന്നു കേട്ടോ. അവിടെ നിന്ന് തന്നെ മേടിച്ച് പാല് മിൽമയുടെ 2 കവർ പാല് മേടിച്ചിട്ടുണ്ടേ. ഇതേ ഇരിക്കുന്നു കേട്ടോ. മിൽമയുടെ 2 കവർ പാല് മേടിച്ചിട്ടുണ്ട്. സ്റ്റൂളിലിരിക്കാൻ വയ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ തറയിരിക്കുമ്പോൾ വിശാലമായിട്ട് നമുക്ക് എടുത്തൊക്കെ വെക്കാമല്ലോ. ഇത് വാങ്ങിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട മേടിച്ചിട്ടുണ്ട്. 10 മുട്ട എടുത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മൾ സാധനം മേടിക്കുമ്പോഴത്തേക്ക് അവിടെ നിന്ന് തന്നെ ഞാനെല്ലാം മേടിക്കും, വേറെ എങ്ങോട്ടും പോയി മേടിക്കില്ല. 10 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നേ. കേശുവിന് വേണം, ഹാപ്പിക്ക് വേണം, നമ്മളെ ഇവിടത്തേക്ക് വേണം. അങ്ങനെ എന്തായാലും 10 മുട്ട മേടിച്ച്. പിന്നെ ഇതിൽ ചിക്കൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം കൊച്ചുങ്ങൾക്ക് കുറേ ദിവസമായി ചിക്കൻ മേടിച്ചിട്ട്. അങ്ങനെ എന്തായാലും കുറച്ച് ദിവസത്തിന് ശേഷം നമുക്ക് ചിക്കൻ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ 1 കിലോ ചിക്കനും എടുത്ത് ഇച്ചിരി ലിവറും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. ഇതെന്താണെന്നറിയാം, നമ്മൾ പോയിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് അപ്പുറത്തെ ചേച്ചി കാശിയുടെ അവിടെ നിന്നുണ്ടല്ലോ, അവിടെ നിന്ന് നമുക്ക് കിഴങ്ങ് കൊണ്ടുവന്നു കേട്ടോ. കപ്പ അവിടെ നട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതിനെ നമുക്ക് വെയിലത്തിട്ട് ഉണക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ വന്ന് കയറിയപ്പോഴത്തേക്കാണ് ചേച്ചി കൊണ്ടുവന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് കിഴങ്ങ് ഇട്ടുണ്ട്. അതിക്ക് നല്ല അടിപൊളി കിഴങ്ങാണ് കേട്ടോ. ഇതിലുള്ള കമ്പിലുള്ള കിഴങ്ങാണ് നമ്മളിവിടെ നട്ടിരുന്നത്, അത് തീർന്നു. അപ്പോൾ ഇത് കിഴങ്ങാണ് കേട്ടോ. അത് ചേച്ചി തന്നതാണ് അപ്പുറത്തുനിന്ന്. പിന്നെ അതായി. മേടിച്ചത് പഴം മേടിച്ചതാണ് കേട്ടോ. പാളയന്തോടം പഴം ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാളയന്തോടം പഴം കേട്ടോ. അത് 1 കിലോ 30 രൂപ. 1 കിലോ പഴം മേടിച്ച്.
പിന്നെ ഇത് സോമിക്ക് 1/2 കിലോ ആപ്പിളും മേടിച്ചിട്ടുണ്ടായിരുന്നു. 2 പേർക്കും കൂടെ ആണ് കേട്ടോ, ഒരാളുടെ പേര് പറയുന്നില്ല. സുറുമിയാണ് എൻ്റെ കൂടെ വന്നത്. പിന്നെ 1/2 കിലോ ഓറഞ്ച് മേടിച്ച് 1/2 കിലോ ആപ്പിൾ മേടിച്ച്. ഭയങ്കര റേറ്റ്, ഇപ്പം നോമ്പൊക്കെ ആയതുകൊണ്ട് ഭയങ്കര റേറ്റ്. എന്തായാലും ഇച്ചിരി മേടിച്ചിട്ടുണ്ട്. 1/2 കിലോ വെച്ചേ മേടിച്ചുള്ളൂ 2 പേരും. അത് മതി. പിന്നെ കാട്ടുനെല്ലിക്ക മേടിച്ച്. അവൾക്ക് എന്തോ കാട്ടുനെല്ലിക്ക വെച്ച് എണ്ണ കാച്ചാനും വേണം. കാട്ടുനെല്ലിക്ക ജ്യൂസ് അടിക്കാനാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നെല്ലിക്ക മേടിച്ചിട്ടുണ്ട്, കാട്ടുനെല്ലിക്ക. 20 രൂപയാണ് കേട്ടോ. 20 രൂപയ്ക്ക് കാട്ടുനെല്ലിക്ക മേടിച്ച് 20 രൂപയുടെ ബീട്രൂട്ട് മേടിച്ചിട്ടുണ്ട്. 20 രൂപയ്ക്ക് ബീട്രൂട്ട് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കിട്ടി. 20 രൂപയ്ക്ക് 4 ബീട്രൂട്ട് കിട്ടിയിട്ട് 20 രൂപയാണ്. ഞാൻ പറഞ്ഞു 20 രൂപയ്ക്ക് മതി എന്ന് പറഞ്ഞു. 20 രൂപയുടെ ബീട്രൂട്ടും 20 രൂപയാണ് കേട്ടോ. കാട്ടുനെല്ലിക്ക നമ്മൾ സ്ഥിരം മേടിക്കുന്ന പച്ചക്കറി കടയിൽ നിന്ന് മേടിച്ചു. അതെല്ലാം അവിടെ മേടിച്ചിട്ട് അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അരി വാങ്ങിച്ചിട്ടുണ്ട്. അരി 10 കിലോ അരി മേടിച്ചിട്ടുണ്ട്. 10 കിലോ അരിയാണ് എല്ലാ തവണയും പോയിട്ട് എടുക്കുന്നത്. ബാക്കി ഇപ്പം ഇച്ചിരി അരി ഇവിടെ മറ്റേ റേഷൻ കടയിൽ മറ്റേ റേഷനരി ഉണ്ടല്ലോ, റോസരി, അതിരിപ്പുണ്ട്. ഒരു കാര്യം പറയാനുണ്ട്, അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ, അടുത്ത വീഡിയോയിൽ പറയാം. ഒരിക്കലും നടക്കാത്തൊരു കാര്യം. അങ്ങനെ നമ്മളൊരു വലിയൊരു സ്വപ്നം മണ്ണിട്ട് മൂടി അതങ്ങ് മാറ്റി വെച്ച്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാമേ. ഇന്നിപ്പോൾ എന്തായാലും ഒരു സന്തോഷമുള്ള കാര്യമല്ലേ, അതങ്ങനെ പോട്ടെ. അപ്പോൾ എന്തായാലും അരി നമ്മൾ മേടിക്കുന്നത് കുടുംബശ്രീയാണ് കേട്ടോ. കുടുംബശ്രീയിലെ ചോറ് നല്ലതാണ്. കുടുംബശ്രീയിലെ ചോറല്ല, കുടുംബശ്രീയുടെ അരിയുടെ ചോറ് നല്ലതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതാണ് മേടിക്കുന്നത്, അതുകൊണ്ട് അത് മേടിച്ചിട്ടുണ്ട്. കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കൊള്ളുന്നില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞാൻ 5 കിലോ അരി അല്ലാതെ മേടിച്ചിട്ടുണ്ടായിരുന്നു, അരി തീർന്ന ടൈമിൽ. എന്തായാലും കവർ വെച്ചിരിക്കും, കവറൊക്കെ ഇരിക്കട്ടെ, നല്ല കവർ. അരി ഇട്ട് വെച്ച് അങ്ങനെ അതിരിക്കട്ടെ. എന്താ അടപ്പെന്ത് ചെയ്യുന്നു? അടപ്പ് അങ്ങിരിക്കുന്നു, അടപ്പെടുക്കണം. ഇതിനകത്താണ് ഇനി നമ്മളെ മെയിൻ ഐറ്റങ്ങൾ ഇരിക്കുന്നത്. മെയിൻ ഐറ്റങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ ഉണ്ട് ഇതിനകത്ത് കേട്ടോ. ചാക്ക് 10 രൂപ എടുത്ത് മേടിച്ചതാണ്. കേശുവിന് പുല്ലിറക്കാൻ പോകുന്നതിനെ കൊണ്ട് ചാക്ക് ഇവിടെ വെച്ചിരുന്നാൽ തീർന്നു പോകും. ചാക്കുകളൊന്നും കാണത്തില്ല, എല്ലാം പുല്ലിറക്കാൻ കൊണ്ടുപോയി. ഇന്ന് രാവിലെ നമ്മൾ പോയി കേട്ടോ, രാവിലെ തന്നെ പോയി പുല്ലിറത്തിട്ട് വന്നു. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് മാർച്ച് 10. അപ്പോൾ ഇന്ന് മാർച്ച് 10 ഇന്നത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് രാവിലെയാണ് നമുക്ക് ഫേസ്ബുക്കിൻ്റെ പൈസ വന്നത്. പിന്നെ പോയി സാധനമൊക്കെ എടുത്തിട്ട് വന്നതൊക്കെ ഇന്നാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ടോട്ടൽ വാഷ് മേടിച്ചിട്ടുണ്ട്. ഞാൻ ഈ സോപ്പിട്ടാണ് തുണി കഴുകുന്നത് കേട്ടോ, എനിക്കിതിട്ട് കഴുകിയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ടോട്ടൽ വാഷ് മേടിച്ചിട്ടുണ്ട്. പിന്നെ 10ൻ്റെ തീപ്പെട്ടി മേടിച്ചിട്ടുണ്ട്. 30 രൂപ പപ്പടം മേടിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ചിലർക്ക് തോന്നും ഞാൻ എന്തിനീ വീഡിയോസൊക്കെ എടുത്ത് ഞാനിങ്ങനെ ഇടുന്നത് കേട്ടോ. ഇതൊക്കെ നമ്മളൊരു മെമ്മറിയാണ് കേട്ടോ. പക്ഷേ നമ്മൾ പോകുന്നത് ഒരു സാധനം മേടിക്കുന്ന കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഞാനില്ലെങ്കിലും നമുക്കൊക്കെ കാണാമല്ലോ. കാരണം നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്നാ അങ്ങനെ കിടക്കട്ടെ. എൻ്റെ ഒരു ഇഷ്ടമാണ് കേട്ടോ, എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട്, നമ്മളിങ്ങനെ കാണാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അങ്ങനെ ലോറ മേടിച്ചിട്ടുണ്ടായിരുന്നേ. ഇതെന്തരാണോ അത് നോക്കട്ടെ. പെട്ടെന്ന് തരുന്നു. കാര്യം എന്താണെന്നറിയോ, വീഡിയോ എടുക്കുന്നത് സ്റ്റോറേജ് നിറഞ്ഞ്. നേരത്തെ എനിക്ക് ഏലക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പണ്ടാരടങ്ങാൻ ഒരു ഈച്ച ഇതിനകത്ത് വെളിയിൽ നിന്ന് എങ്ങനെ കയറി വന്ന് ഇവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ഒരു ഏലക്ക മേടിച്ചിട്ടുണ്ട്. പിന്നെ മേടിച്ചത് സുപ്രീമിൻ്റെ മായ സുപ്രീം തന്നെ, മായ സുപ്രീമിൻ്റെ ചന്ദനത്തിരി മേടിച്ചിട്ടുണ്ട്. 3 എണ്ണം മേടിച്ചു കേട്ടാ. ഈ അടുക്കള നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതുപോലെ ഞാൻ എന്തായാലും ഇതിൻ്റെ മുകളിൽ വെക്കുള്ളൂ, വേറെ കുഴപ്പമില്ല. എല്ലാവരും നല്ല ശുദ്ധിയായിട്ടിരിക്കുന്നു. മായ സുപ്രീമിൻ്റെ 3 ചന്ദനത്തിരി മേടിച്ചിട്ടുണ്ട്. അത് മാതാവിന് കത്തിക്കാനും നമ്മൾ ഇവിടത്തേക്കും പിന്നെ മോക്കും വേണമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ എന്തായാലും അത് മേടിച്ച് മഞ്ഞപ്പൊടി, തേയില മേടിച്ചിട്ടുണ്ട്. തേയില ഞാൻ ഇതാണ് മേടിക്കുന്നത് കേട്ടോ, അതുകൊണ്ടാണ് ഇതെടുത്തത്. കഴിഞ്ഞതിന് എനിക്ക് വീട്ടിൽ തേയില കിട്ടിയത്. പിന്നെ
വിമ്മിൻ്റെ സോപ്പ് 10ൻ്റെ സെറ്റായിട്ടാണ് മേടിക്കുന്നത്. അപ്പോൾ 10ൻ്റെ സെറ്റായിട്ട് ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ എക്സോയുടെ സോപ്പാണ് മേടിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് 4 എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം മേടിച്ചത് 2 ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടിയിരുന്നു. ഒരു നെയ്യ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. നെയ്യ് ഇവിടെ ഇച്ചിരി ഇരിപ്പുണ്ട്. ഇപ്പോഴും നമ്മൾ പോകില്ലല്ലോ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട്. ജനുവരി 15 പോയിട്ട് ഇന്ന് ഡേറ്റ് മാർച്ച് 10, ഇന്നാണ് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ സാധനങ്ങൾ. അന്ന് നമ്മൾ 10 അരിയാണ് മേടിച്ചത്. പിന്നെ ഇച്ചിരി ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഇത് മേടിച്ച് ഈ ലിക്വിഡ് മേടിക്കണമെന്ന് വെച്ചാൽ കൊച്ചിൻ്റെ കൊച്ചിൻ്റെ തുണികളിടാൻ വേണ്ടിയിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ തുണികളിൽ സ്മെല്ലും കാര്യങ്ങളും എണ്ണയും പിന്നെ മൈദ അങ്ങനെയുള്ള സംഭവങ്ങളും അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കൊച്ചിൻ്റെ തുണിയിൽ ഇടാൻ വേണ്ടിയിട്ട്, കഴുകിയിട്ടിടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഈ ലിക്വിഡ് ഞാൻ എടുക്കുന്നത് കേട്ടോ. മുമ്പൊന്നും വാങ്ങില്ലായിരുന്നു, ഇപ്പോൾ വരിക. പിന്നെ കറുകപ്പട്ട മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ജീരകം മേടിച്ചു, മഞ്ഞൾപ്പൊടി, ജീരകം, ഇതൊക്കെ നമ്മൾ ഇത് എന്താണ് പിന്നെ സർഫ്, ഉജാലയുടെ സർഫ് മേടിച്ചിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി 2 കവർ എടുത്തിട്ടുണ്ട്. പിന്നെ ജീരകവും ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു പാക്കറ്റുകളാണ് മേടിക്കുന്നത് കേട്ടോ. ചെറിയ പാക്കറ്റ് മതിയെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ കടുക്, അതും ചെറിയ പാക്കറ്റാണ്. ഇതൊരു ഇപ്പി എടുത്തിട്ടുണ്ട്. മോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പി. അത് ഒരു ഇപ്പി മേടിച്ചിട്ടുണ്ട്. 1 കിലോ ശർക്കര മേടിച്ചിട്ടുണ്ട് കേട്ടോ. കൊച്ചിന് അവന് ശർക്കര മേടിച്ചതെന്ന് വെച്ചാൽ ചിപ്പിന് പായസം വയ്ക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഞാൻ കാണിച്ചു തരാം. ഞാൻ പിന്നെ ലാസ്റ്റ് കാണിച്ചിട്ട്. പിന്നെ വാങ്ങിച്ചത് ഇത് ഗ്രീൻ പീസ് മേടിച്ചിട്ടുണ്ട്. 1/2 കിലോ ഗ്രീൻ പീസും വാങ്ങിച്ച് 1 കിലോ ചെറുപയർ മേടിച്ച്. പരിപ്പും പപ്പടത്തിൻ്റെ ആൾ ഇവിടെ ഒരാളാണ് കേട്ടോ, മോനാണ്. മെഴുകുതിരി 2 മേടിച്ചിട്ടുള്ളത്. ഇത് 2 പാക്കറ്റ്, 1 30 രൂപയാണെങ്കിൽ 2 മേടിച്ച്. അത് വാങ്ങിച്ച് ഞാൻ ലോറയാണ് നോക്കിയത്. അപ്പോൾ ലോറ നമ്മൾ 3 മേടിച്ചിട്ടുണ്ട് കേട്ടോ. 3 ലോറ മേടിച്ചിട്ടുണ്ട്. പിന്നെ വാങ്ങിച്ചത് ഇത് നമ്മൾ കടുകൊക്കെ വറുക്കാൻ വേണ്ടിയിട്ടോ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട്, അതിനൊക്കെ വേണ്ടിയിട്ടാണ്. മുളക് പൊടി ഇരിപ്പുണ്ടെങ്കിലും എനിക്കിത് വേണം. അത് നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് ഞാൻ മേടിച്ചിട്ടുണ്ട് 1/2 കിലോ. പിന്നെ അത് വാങ്ങിച്ച് ജീരകം ഞാൻ 1 കവറേ ചോദിച്ചുള്ളൂ കേട്ടോ. പക്ഷേ എനിക്ക് ജീരകം 2 കവർ ഇട്ടിരിക്കുന്നു. അപ്പോഴെന്തേലും എടുത്തില്ല. ഉലുവ കൊമ്പരാണ്. ഉലുവ എഴുതിയിട്ടുണ്ടായിരുന്നു. ജീരകവും ഉലുവയും അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ. ഉലുവയുണ്ട്. ജീരകം 2 പാക്കറ്റ്, പിന്നെ 2 പാക്കറ്റ് മഞ്ഞൾപ്പൊടി. അപ്പോൾ മിക്കവാറും ഞാനിത് 1 പാക്കറ്റ് എഴുതി. പക്ഷേ അത് എങ്ങനെ വന്നാലുണ്ട് അതിന് ചോദിക്കാം. എനിക്ക് പിന്നെ പോകുമ്പോഴത്തേക്കും ചോദിക്കാം. മഞ്ഞൾപ്പൊടി, കടുക്, സോഡാപ്പൊടി കേട്ടോ. മാറിപ്പോയാൽ ഒന്നും അറിയാൻ വയ്യ. ഇത് പെരുംജീരകമാണ് കേട്ടോ. പെരുംജീരകം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തോന്നുന്നു പഞ്ചസാര മേടിച്ചിട്ടുണ്ടായിരുന്നു. 2 കിലോ പഞ്ചസാര മേടിച്ചിട്ടുണ്ട്. പിന്നെ വാങ്ങിച്ചിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്തിരി മേടിച്ചിട്ടുണ്ട് കേട്ടോ. 20 രൂപയ്ക്ക്. അത് പായസത്തിടാൻ വേണ്ടിയിട്ടാണ്. അണ്ടിപ്പരിപ്പൊന്നും ഇല്ല, അതൊക്കെ വീട്ടിലേക്ക് മൊത്തം തിന്നു കേട്ടോ. അണ്ടിപ്പരിപ്പും പിസ്തയും പിന്നെ ബദാം പരിപ്പും എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു ഫ്രണ്ട് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഉണ്ടായിരുന്നു. അത് മക്കൾ കഴിച്ച് ഓട്ട് കുഴപ്പമില്ല. മൈദ മേടിച്ചിട്ടുണ്ട്. കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നത്. മുമ്പ് ഒരിക്കലും മേടിച്ചിട്ട് വിചാരിച്ച് ഉണ്ടാക്കണമെന്ന് ഇതുവരെ ഉണ്ടാക്കില്ല. നേരത്തേക്ക് ഞാൻ വെച്ച് ഇവിടെ കൊച്ചുങ്ങൾക്ക് കൊടുക്കുമായിരുന്നു കേട്ടോ. നൂൽ പൊറോട്ട ഉണ്ടല്ലോ, നൂൽ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ മൈദ വാങ്ങിച്ച്. വലിയ ഉറപ്പൊന്നുമില്ല, ചിലപ്പോൾ ഞാൻ തന്നെ ഓട്ടോടെ ഉണ്ടാക്കി കഴിക്കും. പിന്നെ വെള്ളക്കടല മേടിച്ചിട്ടുണ്ട്. പിന്നെ മേടിച്ചിരിക്കുന്നത് 1 കിലോ ഉഴുന്ന് മേടിച്ചിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മൾ പച്ചരി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇങ്ങനെ വെച്ച് ഇങ്ങനെ കാണിക്കാനുള്ള സംഭവം മൊബൈലിൽ പറ്റുന്നില്ല കേട്ടോ. അത് ഇതിനകത്തൊന്നും ഇല്ല കേട്ടോ. ഒന്നുമില്ല, വേസ്റ്റ് കവറാണ്. നമ്മൾ കേശുവിന് പുല്ലിറക്കാനുള്ള ചാക്കായി. പച്ചരി ഞാൻ മേടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 5000-ൻ്റെ പച്ചരിയാണ് മേടിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതെടുക്കുന്നത്. എനിക്ക് ഈ പച്ചരി എനിക്ക് എതാ വരുവുള്ളൂ, ഞാൻ അത് മേടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അത് വാങ്ങിച്ചത്. ൻ്റെ പച്ചരി 5000-ൻ്റെ പച്ചരി നല്ല പച്ചരിയാണ് കേട്ടോ. നല്ല ഞുറുക്ക് കുഞ്ഞ് പച്ചരി ഉണ്ടല്ലോ, കാണാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ്
അപ്പോൾ എടുത്തിരിക്കുന്നത് ഞുറുക്ക് പച്ചരിയാണ്, 5000-ൻ്റെ പച്ചരി. അത് നല്ല പച്ചരിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് എടുത്തിട്ടുണ്ട്. പച്ചരി ഞാൻ 7 കിലോ മേടിച്ചു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാപ്പിക്കും വേണം, പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ചീനിമാവ് ഉണ്ടാക്കണം കേട്ടോ. ചീനിമാവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാമോ ഉണ്ട് കേട്ടോ. ചിലർ മാപ്പൊടി എന്ന് പറയും, ഞാൻ ചീനിയാവെന്നാണ് പറയുന്നത്. ചീനിയാവെന്ന് പറയും, ഇതൊന്ന് പറയും അവിലോസ് പൊടി, അങ്ങനെ തന്നെയുണ്ട് കേട്ടോ. നമ്മളിവിടെ ഞാൻ ചീനിയാവെന്നാണ്, ഇങ്ങോട്ട് ചീനിയാവെന്നാണ് പറയുന്നത് കേട്ടോ. തേങ്ങയും ജീരകവും അതൊക്കെ ഇട്ട് ശരിയാക്കി എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അതായിട്ട് പച്ചരി വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ പച്ചരി അരി ഇട്ട് വെച്ചിട്ടുണ്ട്. അരി ഇട്ട് വെച്ച് പച്ചരി ഇട്ട് വെച്ച് അതൊക്കെ ആയിട്ടുണ്ട്. വെളിച്ചെണ്ണ അതൊക്കെ ഇതിലുള്ളതാണ്, മറ്റേതെല്ലാം സുറുമിക്കുള്ളതാണ് കേട്ടോ. പാല് പിന്നെ വാങ്ങിച്ചത് 1/2 കിലോ മിക്സർ മേടിച്ചിട്ടുണ്ടായിരുന്നു. കൊച്ചിന് രാത്രിയിൽ അവൻ എന്തെങ്കിലും കഴിച്ചിട്ട് രാത്രിയിൽ കഴിച്ചതിന് ശേഷം ഇച്ചിരിയേറെ സിനിമ സമയത്ത് ഒരു കുഞ്ഞു കിണ്ണത്തിനകത്ത് ഇട്ടിട്ട് കൊണ്ടുവച്ച് ഒരു ഗ്ലാസ് വെള്ളവും കൊണ്ടുവച്ച് ഇത് കഴിക്കുന്നൊരു ശീലമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൊച്ചിന് പിന്നെ അതൊക്കെ രണ്ടിനും കൂടെ തന്നെ കേട്ടോ. എന്നാലും അവനാണ് കൂടുതലും ഇച്ചിരി കഴിക്കുന്നത്. ഇപ്പി മേടിച്ചു, അവൻ ഇപ്പി വാങ്ങിച്ച് 2 കവർ ചെറിയ മുറുക്കം വാങ്ങിച്ച് 1/2 കിലോ മിച്ചറ് വാങ്ങിച്ച്. അപ്പോൾ ഇതാണ് അവിടെ നിന്ന് ഞാൻ സ്പെഷ്യലായിട്ട് കൊച്ചിന് കൊടുക്കുന്നത്. വേറെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാറില്ല കേട്ടോ. എന്തായാലും അതൊക്കെ ആയിട്ടുണ്ട്. ഇതിന് വേണ്ട നമുക്ക്. പിന്നെ ഭയങ്കര വില കേട്ടോ. 1 കിലോ 270 280 പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര റേറ്റ്. 3 എണ്ണം മേടിച്ചു, 1/2 കിലോ. അതെ, 3 എണ്ണം മേടിച്ചോളൂ കേട്ടോ. അത് മതിയെന്ന് പറഞ്ഞു. എന്താടാ പൂച്ച സാറ് വന്നിരിക്കും. അങ്ങനെ ഇതൊക്കെയാണ് വാങ്ങിച്ചത്. പിന്നെ ഉള്ളത് മുട്ട വേണം. കേശുവിന് ഇച്ചിരി മുട്ട കൊടുക്കണം, നല്ലെണ്ണ മുട്ട കൊടുക്കണം. പിന്നെ ഇത് ചിക്കൻ വാങ്ങിച്ചത്. ഇത്രയേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. വേറെ ഒന്നുമില്ല. ഓറഞ്ച് 4 എണ്ണം ഉണ്ട് കേട്ടോ. അതും 1/2 കിലോയാ. 170 രൂപയെന്ന് അത്ര, 170 അല്ല 120 എന്ന് പറഞ്ഞു 1 കിലോയ്ക്ക്. അങ്ങനെ എന്തായാലും ഇപ്പം നോമ്പൊക്കെ അതിനെ കൊണ്ട് വില കൂടുതൽ. അങ്ങനെ എന്തായാലും അത് 4 എണ്ണം മേടിച്ച്. കൊച്ച് അവളിവിടെ ഉണ്ട്, അതുകൊണ്ട് വാങ്ങിയതാണ് കേട്ടോ. ഓക്കെ കഴിക്കില്ല. അപ്പോൾ ഇതൊന്നും കഴിക്കൂല കേട്ടോ. ഈ ഒരു സാധനമേ കഴിക്കില്ല, ഇതൊന്നും വേണ്ട. പഴം വാങ്ങി. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് മേടിച്ചത്. പിന്നെ ഉള്ളത് നെല്ലിക്കയാണ്. ഇപ്പോൾ നെല്ലിക്ക, ക്യാരറ്റ് അത്രേ ഉള്ളൂ. അത്ര ഐറ്റം. മറ്റൊരു കിഴങ്ങ്, അപ്പം ചേച്ചിയുള്ളൂ. നമ്മൾ മിക്കവാറും കിഴങ്ങ് ആവശ്യമുള്ളതെന്ന് തോന്നുന്നു കണ്ടിട്ട്. ചോറൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെ ഇന്നത്തെ ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ, വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല്. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. തൊണ്ടയിൽ ഇവിടുത്തെ വെള്ളമൊക്കെ പറ്റി. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട്. പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇന്ന് തന്നെ ഇടാനായിട്ട് നോക്കും. ഇന്നിട്ടില്ലെങ്കിൽ എന്തായാലും നാളെ ഇടും കേട്ടോ. എന്തായാലും മാർച്ച് 10 ഇന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. നമ്മളെ ഫേസ്ബുക്കിൽ നിന്ന് പൈസ കിട്ടാനായിട്ട്. അത് നമ്മളെ വീഡിയോ കണ്ടതിനെ കൊണ്ടാണല്ലോ കിട്ടിയത്. അപ്പോൾ എന്തായാലും ആ ഒരു പൈസ കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. പിന്നെ അത് മാത്രമല്ല, എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഈ ഒരു ഫേസ്ബുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഫേസ്ബുക്ക് എടുക്കാൻ എനിക്ക് ആദ്യം ഇതിൻ്റെ ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. ഫേസ്ബുക്ക് എടുക്കുന്നത് എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ ആ ഒരു പേജ് എങ്ങനെ എടുക്കണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. യൂട്യൂബ് നമ്മൾ തന്നെയാണല്ലോ, സ്വന്തമായിട്ട് എൻ്റെ മക്കൾ തുടങ്ങി വെച്ചതാണ് കേട്ടോ. അപ്പുറത്തെ വീട്ടിച്ച് തുടങ്ങിയതാണ്. അപ്പോൾ ഫേസ്ബുക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് ആ ഒരു പേജ് എടുക്കാനും അതെങ്ങനെയാണ് എടുക്കാനുള്ളത്, ആ ഒരു പേജ് എന്ത് ചെയ്യണം, എങ്ങനെയാണ് വീഡിയോ ഇടാനുള്ളത് എന്നുള്ളത് ഒരാളാണ് നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ആ ആളിനെ എന്തായാലും എനിക്ക് വീഡിയോയിൽ പറയാനായിട്ട് പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ആളിൻ്റെ അടുത്ത് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ആ ഒരാൾ വിചാരിച്ചത് കൊണ്ടാണ് നമുക്ക് ആ ഒരാളും കൂടെ ഇതിനകത്തൊരു കാരണമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്ക് തുടങ്ങാനൊരു കാരണം ആ ഒരു വ്യക്തിയാണ്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് സ്നേഹമുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സ്നേഹം ഞാൻ അറിയിക്കുവാണ്. പിന്നെ ഇപ്പം ഈ ഒരു വരുമാനം കിട്ടാറായപ്പോഴത്തേക്ക്
പിന്നെ നമുക്കിതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും അക്കൗണ്ട് നമ്പർ ഇതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അത് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരാളുടെ കൊടുത്തിട്ട് നമുക്ക് അത് ഞാൻ ചെയ്യിച്ചെടുത്തതാണ് കേട്ടോ. അതും കൂടെ ഞാൻ പറയാമല്ലോ, കാരണം ഞങ്ങളിവിടെ മോള് പേര് കൊടുത്തപ്പോഴത്തേക്ക് ആ പേരിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം നമ്മൾ പിന്നെ യൂട്യൂബ് കോർണർ ഉണ്ടല്ലോ, യൂട്യൂബ് കോർണർ ആ ആളിൻ്റെ ആ പുള്ളിക്കാരൻ്റെ കൊടുത്തിട്ടാണ് നമ്മളിത് ചെയ്തത് കേട്ടോ. ഒരാഴ്ച പോലും വേണ്ടി വന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ആ പുള്ളിക്കാരൻ്റെ അടുത്ത് ഒത്തിരി നന്ദി അറിയിക്കുകയാണ് നമ്മൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു തുക നമ്മൾ കൊടുത്തിട്ടാണ് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ. കാരണം നമ്മൾ ആർക്കായാലും വില ചെയ്താൽ കൂലി എന്ന് നമ്മൾ പറയുമല്ലോ, അപ്പോൾ അവരവരുടെ ജോലി ചെയ്യുന്നു. അപ്പോൾ എന്തായാലും ആ പുള്ളിക്കാരന് കൊടുത്താണ്. പിന്നെ നമുക്ക് ആ പേര്, അതായത് പുതിയൊരു പേയോട്ട് എടുക്കണമായിരുന്നു, നമ്മളിൽ പേയോട്ട് ഉണ്ടായിരുന്നു. ആ ഒരു പേയോട്ട് വെച്ചിട്ട് നമ്മൾ പിന്നെ അക്കൗണ്ട് നമ്പരും പേരും കൊടുത്തപ്പോഴത്തേക്ക് എൻ്റെ പേര് കൊടുക്കാനുള്ളിടത്ത് ചാനലിൻ്റെ പേര് അടിച്ചു കൊടുത്തു. അപ്പോൾ അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു. അപ്പോൾ അതുകൊണ്ട് ഫേസ്ബുക്ക് തുടങ്ങിയിട്ട് പിന്നെ പേഔട്ട് വരുന്ന സമയത്ത് പേഔട്ടിൽ നമ്മൾ അഡ്രസ്സ് കൊടുക്കുന്ന ടൈമിൽ നമ്മൾ ചാനലിൽ വെച്ചിരിക്കുന്നത് നിങ്ങളെ സ്വന്തം പേരാണെങ്കിൽ എന്ത് വന്നാലും നമ്മൾ ഈ ഒരു അക്കൗണ്ടിലുള്ള പേര് തന്നെ കൊടുക്കാനായിട്ട് നോക്കാം. ഒരിക്കലും നമ്മൾ വെളിയിൽ നിന്ന് വേറൊരു പേര് വെച്ചിട്ട് ആ ഒരു പേര് വെക്കാനായിട്ട് നോക്കരുത് കേട്ടോ. എനിക്ക് പറ്റിയതാണ്, എൻ്റെ ചാനലിൻ്റെ പേര് കൊണ്ടുവന്ന് കൊച്ചിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയാണ്. അപ്പോൾ അവൾ വിചാരിച്ച് ചാനലിൻ്റെ പേരായിരിക്കും കൊടുക്കാനുള്ളതെന്ന്. അപ്പോൾ എന്തായാലും ചാനലിൻ്റെ പേരല്ലേ ഇതും കൊടുക്കാനുള്ള, അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, ഒരു തടസ്സമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരാഴ്ചയ്ക്ക് വെച്ച് പുള്ളി ശരിയാക്കി തന്നു. അപ്പോൾ മാർച്ച് 23-ന് നമുക്ക് പൈസ വരുമെന്നാണ് അതിനകത്ത് കാണിച്ചിരുന്നത്. പക്ഷേ മാർച്ച് 5-ാം തീയതിയിലൊന്ന് പിന്നെ പൈസ അയച്ചിട്ടുണ്ടെന്നുള്ളത് കാണിച്ചു. പക്ഷേ ഇതൊക്കെ ഇന്ന് രാവിലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നതന്നെ, ഞാൻ നോക്കില്ല. മാർച്ച് 23-നാണ് കാണിച്ചിരുന്നത് കേട്ടോ. പക്ഷേ ഇന്നാണ് ഇത് കണ്ടത് തന്നെ. അപ്പോൾ എന്തായാലും പിന്നെ ഫേസ്ബുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു നിമിത്തമായ ആ ഒരാളിൻ്റെ അടുത്തും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോയുടെ കൂടെ തന്നെ നമുക്ക് പിന്നെ ഇങ്ങനെ ഒരു പൈസ കിട്ടിയിട്ടുണ്ട്, ഫേസ്ബുക്കിൻ്റെ ആ ഒരു വരുമാനം കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ ഈ ഒരു വീഡിയോയുടെ കൂടെ തന്നെ അറിയിക്കുന്നു, ആ ഒരു പുള്ളിയുടെ അടുത്തും. അങ്ങനെ അപ്പോൾ എല്ലാവരുടെ അടുത്തും കൂടെ ആയിട്ട് പറയുകയാണ്. പിന്നെ ഫേസ്ബുക്ക് തുടങ്ങാൻ ആഗ്രഹമുള്ള യൂട്യൂബ് ഉള്ളവർക്ക് ഫേസ്ബുക്ക് തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും തുടങ്ങാം, ഉറപ്പായിട്ട് വരുമാനം കിട്ടും. എനിക്ക് എന്തായാലും ഒരു വരുമാനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഒത്തിരി സന്തോഷവും സ്നേഹവും ഒക്കെ അറിയിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് നിർത്തുവാണ് കേട്ടോ. കാരണം ഇപ്പോൾ ഏകദേശം സമയം എനിക്ക് തോന്നുന്നു നല്ല സമയമായിട്ടുണ്ട്. അപ്പോൾ ഇനി ജോലി കിടക്കുന്നു. ചിലപ്പോഴേ ചോറ് വയ്ക്കുള്ളില്ലെങ്കിൽ അപ്പുറത്തുനിന്ന് ചേച്ചി തന്ന ഒരു കിഴങ്ങെടുത്ത് അവിക്കും. എന്നാൽ രാത്രിയിൽ അരച്ച ചമ്മന്തി ഇരിപ്പുണ്ട്. ഇന്ന് ഉപ്പൊന്നും മേടിച്ചില്ല കേട്ടോ. കാരണം ഉപ്പ് നമ്മൾ കഴിഞ്ഞതിന് മേടിച്ച പൊടിയുപ്പും കല്ലുപ്പും അതൊക്കെ ഉപ്പ് ഞാൻ ഇച്ചിരി അധികം മേടിക്കുക. ടിന്നിൽ ഇരിപ്പുണ്ടെങ്കിലും ഒരു അഡീഷണൽ ആയിട്ട് ഞാൻ ഒരു കല്ലുപ്പും പൊടിയുപ്പും ഞാൻ അധികം എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. കല്ലുപ്പും മുട്ടിക്കൂട, മഞ്ഞൾ മുട്ടിക്കൂട, പിന്നെന്തോന്നാണ് കടുക്, ഇത്രയും സാധനം, അരി മുട്ടിക്കൂട എന്നൊക്കെ പറയും കേട്ടോ. പക്ഷേ അരിയൊക്കെ മുട്ടും എനിക്ക്, അത് തീർന്നു പോകും. ആരും കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. അപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാവരുടെ ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു, ഒരിക്കൽ കൂടെ സ്നേഹം അറിയിക്കുന്നു. പിന്നെ മക്കൾ 2 പേര് സുഖമായിട്ടിരിക്കുന്നുണ്ട്. മോൻ കടയിൽ പോകുന്നുണ്ട് കേട്ടോ. കൊച്ചു സുഖമായിട്ടിരിക്കുന്നു. മോള് പഠിക്കാൻ പോകുന്നു. ഇനി ഈ ഒരു വർഷം കൂടെ ഉള്ളു, ലാസ്റ്റ് ഇയർ ആണ്. അന്നേരം തീരാറായിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും ടാറ്റ.